ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഭൂമിക്കൊപ്പം നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1674 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി കറങ്ങുന്നത്. എന്നാൽ പെട്ടെന്ന് ഭൂമി അതിന്റെ ഭ്രമണം നിർത്തിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിക്കുന്ന തരത്തിലുള്ള അപകടങ്ങളാണ് ഈ സമയം സംഭവിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണം കുറച്ചു സമയം നിന്നാൽ നമ്മുടെ മണ്ണും മരങ്ങളും കെട്ടിടങ്ങളും സമുദ്രവും ജലവും എല്ലാം വേഗതയിൽ തന്നെ സഞ്ചരിക്കുകയും തിരിച്ചു പിടിക്കാനാവാത്ത മാറ്റങ്ങൾ തന്നെ ഭൂമിയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. 1674 കിലോമീറ്റർ വേഗതയിലാണ് ഈ സമയം നാം ചലിക്കുന്നത്. ചലിക്കുകയല്ല, പലപ്പോഴും പറക്കുന്ന അവസ്ഥയിലായിരിക്കും നാം ഓരോരുത്തരും. ഭ്രമണം നിലച്ചാൽ സംഭവിക്കുന്നത് ഭൂമിയുടെ ഭ്രമണം നിലച്ചാൽ ആദ്യം സംഭവിക്കുന്നത് ജലത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. കോൾഗേറ്റ് സർവകലാശാലയിലെ എർത്ത് ആൻഡ് എൻവയോൺമെന്റ് ജിയോസയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ജോസഫ് ലെവിയുടെ അഭിപ്രായത്തിൽ വെള്ളം പാഞ്ഞെത്തി ഭൂമിയെ വിഴുങ്ങുമെന്ന് പറയുന്നു. ഇത് ഭൂമിയെ ആകെ മൂടുമെന്നും പിന്നീട് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും പറയുന്നു. കെട്ടിടത്തിലാണ് എന്നാൽ രക്ഷപ്പെടാം എന്നൊരു വിചാരമുണ്ടോ? എന്നാൽ അതെല്ലാം വെറും ചിന്തകൾ മാത്രമാണ്. കാരണം ഭൂമിയിൽ മരങ്ങളും കെട്ടിടങ്ങളും ഉൾപ്പെടെ എല്ലാം നശിക്കുന്നു. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഒരു ലോകാവസാനത്തിന് തന്നെയാണ് അപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത എന്നാൽ ഇത്തരം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത എന്നത് അന്റാർട്ടിക്കയിൽ ജീവിക്കുന്നവർക്ക് മാത്രമായിരിക്കും. അതിന് കാരണം പലപ്പോഴും അവിടെ ഭൂമിയുടെ ഭ്രമണ വേഗത കുറവാണ് എന്നത് തന്നെയാണ്. പലപ്പോഴും ചെറിയ പരിക്കുകളോടെ ഇവരെല്ലാം രക്ഷപ്പെടുന്നു. ഇവിടെ ഭ്രമണ വേഗത കുറവായതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും വഴുതി വീഴുന്നതിന് സമാനമായ ഫലങ്ങളാണ് ഇവർക്കുണ്ടാവുന്നത്. പലപ്പോഴും കാലാവസ്ഥാ മാറ്റങ്ങൾ ഭ്രമണം നിലയ്ക്കുന്നതോടെ അപകടം വർദ്ധിപ്പിക്കുന്നു. ഭ്രമണം നിലയ്ക്കുന്നതിന്റെ ഫലമായി പലപ്പോഴും 6 മാസം പകലും 6 മാസം രാത്രിയുമായി മാറുന്നു. ഇതുകൂടി സംഭവിക്കുന്നതോടെ വെള്ളം തണുത്തുറയുകയും മഞ്ഞുപാളികളായി മാറുകയും ചെയ്യുന്നു. മാത്രമല്ല വെള്ളം മുഴുവൻ നീരാവിയായി മാറി വരൾച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്നു. കൂടാതെ മരങ്ങളും ചെടികളും എല്ലാം തന്നെ നശിക്കുകയും പിന്നീട് തിരിച്ചു വരാത്ത പോലെ ശൂന്യമാവുകയും ചെയ്യുന്നു. അതിജീവനം ആർക്കൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാവുന്നതാണ്. പ്രധാനമായും ധ്രുവപ്രദേശത്ത് താമസിക്കുന്നവർക്ക് മാത്രമാണ് അതിജീവനത്തിനുള്ള സാധ്യതയുള്ളത്. സാധാരണ പ്രദേശത്ത് താമസിക്കുന്നവരിൽ അതിജീവനം എന്നത് സ്വപ്നം മാത്രമായി മാറുന്നു. ഭൂമിയുടെ ഭ്രമണം നിന്നുപോയാൽ അത് എത്രത്തോളം അപകടകരമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നാണ് ശാസ്ത്രലോകവും പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ച പൊതുവായ അനുമാനങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതുവരെ എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.